ഹലോ, വെൽക്കം ബാക്ക്. എവിടെ മുത്തുമണികളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എനിക്ക് പുട്ടും ചെറുപയർ കറിയുമാണ് കേട്ടോ. ഇതന്നെയാണ് കുട്ടികൾക്ക് സ്കൂൾക്കും കൊടുത്തയച്ചിന് ഞാൻ. അപ്പം ഇന്ന് ഞാൻ ഇവിടെ ബാക്കിയുള്ള പണിക്കൊന്നും ഇപ്പം നിൽക്കണില്ല കേട്ടോ. വേഗം ഉമ്മാൻ്റെ അവിടേക്ക് ഉമ്മാക്ക് ഉസ്താദിൻ്റെ ചിലവാണ് പോവുകയാണ് കേട്ടോ. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണിട്ടോ. ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ചെറിയൊരു മഞ്ഞും ഒരു ഇതൊക്കെയാണില്ല. അങ്ങനെ പിന്നെ ഞാൻ നേരെ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയച്ചപാട് നേരെ ഉമ്മാൻ്റെ അടുത്ത് പോവുകയാണ്. ഉമ്മാക്കിന്ന് ഉസ്താദ്മാരെ ചിലവാണ് കേട്ടോ. ഉസ്താദ്മാർക്ക് പിന്നെ ചോറ് കൊടുക്കുന്ന ദിവസമാണിന്ന്. അപ്പം ഉമ്മ എന്താക്കിയോ ഉമ്മാൻ്റെ പണിയൊക്കെ ആയിട്ടുണ്ടോ. അപ്പോൾ സഹായിക്കാൻ ആ രീതിക്കല്ല പോണത്. എന്നാലും ഒന്ന് ഉമ്മാൻ്റെ അടുത്തേക്ക് അങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞയക്കുന്ന ഇതിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോഴത്തേനും ഉമ്മാൻ്റെ നാഷ്ട കൊടുക്കച്ചൊക്കെ നാഷ്ട ചുടലും കറിയാക്കലും ചായ വെക്കലും ഒക്കെ കഴിഞ്ഞിനി. പിന്നെ അനിയൻ്റെ ഓളും ഉണ്ടല്ലോ, അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി കഴിഞ്ഞപാട് അയാളും നമ്മളിവിടെ ചിലവ് കൊണ്ടുപോകാൻ ഒരാൾ വരുത്താണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി പറഞ്ഞാൽ അയാളും വന്ന് ചിലവ് കൊണ്ടുപോകാനും വന്നിട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ഒന്നും പണിയെടുക്കാനൊന്നും നിന്നിട്ടില്ല. കുട്ടികൾ പോയപാട് വാതിലും പൂട്ടിയിട്ട് അപ്പം തന്നെ ഇറങ്ങിയതാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ ഉമ്മ ദോശയും പിന്നെ റൊട്ടിയും പത്തിരി അതും പിന്നെ നമ്മളിവിടെ അധികം റൊട്ടി ഇങ്ങനെ പരത്തിയിട്ട് ചുടുന്നുണ്ടെങ്കിൽ പത്തിരി പറയും, ഇല്ലെങ്കിൽ റൊട്ടി എന്നാണ് പറയുക കേട്ടോ. പിന്നെ അപ്പം ഇന്ന് ഉമ്മ പിന്നെ ഉഴുന്ന് ദോശയും റൊട്ടിയും പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ അടുത്തേക്ക് എത്തുമ്പോഴത്തേനും ഉമ്മ പാത്രത്തിലാക്കൽ തുടങ്ങീന് കേട്ടോ. അങ്ങനെ ഉമ്മ പാത്രത്തിലാക്കിയോണ്ടുണ്ട്. ഉമ്മയും ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അനിയൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അങ്ങനെ ഓരോ പിന്നെ നമ്മളെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഒഴിഞ്ഞു പോയി ഇരിക്കാനൊന്നും കൂടലില്ല മക്കളെ. ഒരു പണി കഴിയുമ്പോഴത്തേനും ഒരു പണി ഉണ്ടാവും, ഒരു പണി കഴിയുമ്പോഴത്തേനും ഒരു പണി ഉണ്ടാവും. എപ്പോഴെങ്കിലും ഒന്ന് വേഗം ഒന്ന് തട്ടിക്കൂട്ടി പണിയെടുത്ത് പോണ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തു പോകാനും ഉണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിലേക്കോ അല്ലെങ്കിൽ ടൗണിലേക്കോ എന്തിനെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ പെരീത്തെ പണിയും ഉണ്ടാവും. അങ്ങനെ പിന്നെ ഉമ്മാക്ക് എത്ര ഇട്ടിട്ടും മതിയാകണില്ല കേട്ടോ. ഇത് മതി, ഇത്ര മതിയോ ഇത്ര നമുക്ക് അങ്ങനെയാണില്ലേ. ഇപ്പോൾ ഉമ്മാൻ്റെ പേര് എൻ്റെ പേര് ഉമ്മാൻ്റെ പേര് അടുത്താണ് കേട്ടോ. കുറച്ചൊരു 5-6 പേരുടെ മേലേക്ക് ഞങ്ങളൊരു ഈ താഴത്തെ റോഡിൻ്റെ താഴേക്കും ഉമ്മാൻ്റെ ഒരു മേലെ റോഡിൻ്റെ മേലേക്കുമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മ ഇങ്ങനെ പറയാണ് മതിയാകുമോ എന്നില്ല. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്കും വരും. അങ്ങനെ പിന്നെ നമുക്ക് അങ്ങനെയാണില്ലേ, പാത്രത്തിലാക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുകയില്ല. നമ്മളിവിടെ 5 ഉസ്താദ്മാരല്ലേ, പിന്നെ ചിലവ് കൊണ്ടുപോകണൊരു കാക്കിയുണ്ട്. അങ്ങനെ ഒരു 6 ആക്കില്ല. പിന്നെ പള്ളീൻ്റെ അവിടെ അല്ലേ, ആരെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണ നേരത്ത് വരികയെ ഒരു നേരത്തെ ഫുഡ് അങ്ങനെ അതൊന്നും പറയാൻ പറ്റൂലല്ലോ പള്ളീൻ്റെ അവിടുത്തെ അവസ്ഥ. അങ്ങനെ പിന്നെ ഉമ്മ എന്താക്കിയാൽ ചിക്കന് തേങ്ങ വറുത്തരച്ചിട്ട് കറി വെച്ചാൽ നമ്മൾ ഉമ്മമാർ വെക്കണ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണില്ലേ. നമ്മൾ എങ്ങനെ വെച്ചാൽ നമ്മൾ വെക്കുമ്പോൾ തന്നെ ഓരും വെക്കുക, പക്ഷെ അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് അവർ കറി കൂട്ടിയാൽ. പിന്നെ ഞാൻ അവിടെ നാഷ്ടൊക്കെ കഴിച്ചിട്ട് തന്നെ വന്നത്. അവിടെ പിന്നെ അങ്ങനെ കുറച്ച് നേരം വാക്കും പറഞ്ഞിരുന്ന് ഓളും ഉണ്ടല്ലോ, നൂഷിയും ഉണ്ടല്ലോ, അങ്ങനെ പിന്നെ ഓളടുത്തും വാക്കും പറഞ്ഞ് അങ്ങനെ കുറേ നേരം ഇരുന്ന്. അങ്ങനെ ഉമ്മ പാത്രത്തിലൊക്കെ ആക്കിയിട്ടോ. അങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ബാഗിൽ വെച്ചിട്ട് ഇതാ കൊണ്ട കൊടുക്കുകയാണ്. അയാൾ ഇവിടെ കാക്ക ഇവിടെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ മൊയ്തുക്കാനോട് എന്തൊക്കെ ഞാൻ പറഞ്ഞങ്ങനെ ചൂടാക്കണമൊക്കെ ഉണ്ട്, എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട് ഞാൻ കേട്ടോ. ഓരോന്ന് അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ വാപ്പയും കാക്കൊക്കെ ഉണ്ട്. അങ്ങനെ അയാൾ പോയപ്പോൾ പിന്നെ ഞാൻ ഒരു ദോശയും ഒരു പൊറോട്ടയും തിന്നിട്ടോ. നമ്മൾ പെരക്ക് പോയാൽ അങ്ങനെയാണല്ലേ, നമുക്കിനിയിപ്പോൾ അവിടെ നിന്ന് എടുത്ത് തിന്നേണ്ട സ്വാതന്ത്ര്യം അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പോയിട്ട് അവിടെ അങ്ങോട്ട് ഇരിക്കും. പക്ഷെ നമ്മളെ പെരക്ക് ഇനി എന്ത് പണിയെടുത്താലും നമുക്ക് അവിടെ പോയിട്ട് ഒരു ഗ്ലാസ് ചായ വരെ എടുത്ത് കുടിക്കാനൊരു മടിയാണല്ലേ. ഉമ്മ എടുത്ത് തരുമ്പോൾ നമ്മളങ്ങ് കുടിക്കും. പക്ഷെ മടി പറഞ്ഞാൽ നമ്മൾ എടുത്ത് തിന്ന് ആ ഒരു മടിയല്ല, അവിടെ അല്ലേ അങ്ങനത്തെ മടിയല്ല. അങ്ങനെ എന്താക്കുക, നമ്മളവിടെ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരില്ലതും നമുക്ക് വിളമ്പി ചായ ഇതൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പിന്നെ മിറ്റം പണി എടുത്തിന് കേട്ടോ. പെരക്ക് കല്ലൊക്കെ പതിച്ചിട്ടുണ്ട്. അപ്പം അതിങ്ങനെ നല്ല രസമുണ്ട്. ഇങ്ങനെ മിറ്റം കല്ലൊക്കെ പതിച്ചിട്ട്
നല്ല വാപ്പാൻ്റെ പീടിയേൻ്റെ അതിലെ കൂടി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പുതിയ വീഡിയോ ആയി വരുമ്പോഴേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.